വെൽക്കം ടു കമ്മ്യൂണിക്കേഷൻ ചാനൽ. ആശയവിനിമയത്തിൻ്റെ ലോകത്തേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സഭാകമ്പം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. എന്താണ് കമ്പം എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ സഭാകമ്പം എന്ന് പറഞ്ഞാൽ എന്താ? സഭയോടുള്ള ഇഷ്ടമാണോ? അല്ല, സഭയോടുള്ള പേടി, അകൽച്ച ഒക്കെയാണ് സത്യത്തിൽ സഭാകമ്പത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കതിന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് ലളിതമായി ഇങ്ങനെ നിർവചിക്കാം. ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് മുമ്പിൽ താൻ ഉദ്ദേശിച്ച കാര്യം പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം, വിറ, ആകാംക്ഷ എന്നിവയെ വേണമെങ്കിൽ സഭാകമ്പം എന്ന് പറയാം. ഈ സഭാകമ്പത്തിൽ നിന്നും മുക്തനായ ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവ് ആൾക്കൂട്ടത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കാൻ ഒട്ടും ഭയമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും നമ്മൾ സഭാകമ്പത്തെ ഇല്ലാതാക്കണം, അതിൽ നിന്നും മോചനം നേടേണ്ടത് അനിവാര്യവുമാണ്. സഭാകമ്പത്തെ എങ്ങനെ മറികടക്കാം? അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പഠനത്തിൽ 10 ടിപ്സ് ടു ഇംപ്രൂവ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് എന്ന തലക്കെട്ടിൽ അവർ ഏറ്റവും ആദ്യം പറയുന്നത് സഭാകമ്പത്തെക്കുറിച്ചാണ്. നെർവസ്നെസ് ഈസ് നോർമൽ എന്നാണ് ആദ്യത്തെ ടിപ്പ്. അതായത് സഭാകമ്പം സ്വാഭാവികമാണ്, അത് സ്വാഭാവികമാണ്, നാച്ചുറലാണ്. ഒരു സഭയെ കാണുമ്പോൾ ആ സഭയിൽ നിൽക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിനുവേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നെർവസ്നെസ്, സഭാകമ്പം ഉണ്ടാവും. പെർഫോമൻസ് ആങ്സൈറ്റി, അതല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് നാച്ചുറലാണ്, നോർമലാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സ്വാഭാവികമായ സഭാകമ്പം എല്ലാവർക്കും ഉണ്ടാവുകയും വേണം. പ്രഭാഷണ കലയുടെ കുലപതിയായിരുന്ന സുകുമാർ അഴീക്കോട് മാഷ് ഒരിക്കൽ പറഞ്ഞു, ഏതൊരു പുതിയ വേദിയിൽ ചെല്ലുമ്പോഴും എനിക്കൊരിത്തിരി പരിഭ്രമം അനുഭവപ്പെടാറുണ്ട് എന്ന്. അത് നാച്ചുറലാണ്, നേരത്തെ പറഞ്ഞ സ്വാഭാവികമായ സഭാകമ്പത്തിൽപ്പെട്ടതാണ്. അത് 1, 2, 3 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം? ഇല്ലാതെയാവണം. വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞില്ലാതാവുന്നത് പോലെ നമ്മുടെ സ്വാഭാവികമായ സഭാകമ്പം നമ്മുടെ പ്രകടനം തുടങ്ങിയ 1, 2 മിനിറ്റിനകം എന്താവണം? അലിഞ്ഞ് ഇല്ലാതെയാവണം. അങ്ങനെ ആവുന്നില്ലെങ്കിൽ ആ സഭാകമ്പം നമ്മളെയും കൊണ്ടേ പോവും. അപ്പം അതുകൊണ്ട് അതിനെ മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, സ്വാഭാവികമായിട്ടും ചില വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ, ചില പ്രത്യേക ആക്ടിവിറ്റികൾ, ചിന്താഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായ സഭാകമ്പത്തെ മറികടന്ന് നമുക്ക് മുന്നേറാൻ കഴിയും. അത് ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സഭാകമ്പത്തെ നേരിടുന്നതിൽ ആളുകൾ പൊതുവെ 2 തട്ടിലാണ്. അതായത് നാച്ചുറലി നമ്മൾ പറയുമ്പോൾ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വളരെ തുടക്കക്കാരായിട്ടുള്ള ആളുകളുണ്ട്. നമ്പർ 2 ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾ, കുറച്ചും കൂടെ ഉയർന്ന തലത്തിൽ സഭാകമ്പത്തെ പ്രയാസമായി കാണുന്ന ആളുകളുണ്ട്. ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള തുടക്കക്കാർ സഭാകമ്പത്തിൽ, അതല്ലെങ്കിൽ 4 ആൾക്കാർ കൂടുന്നിടത്ത് 4 വാക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം കാണിക്കുന്ന ആളുകളിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർ സഭയെ കാണുമ്പോൾ തന്നെ അവർക്ക് അലർജിയാണ്. സഭയെ കാണുമ്പോൾ, ഒരു സദസ്സ് കാണുമ്പോൾ തന്നെ അവർക്ക് പേടിയായിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഇതിന് പരിഹാരമായിട്ട് പറയാനുള്ളത്, ഒരു സഭയെ കാണുമ്പോൾ ഒരു സഭയുടെ ഭാഗമാവാൻ നിങ്ങൾ എപ്പോഴും താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. സഭയുടെ ഭാഗമാവാൻ താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സഭ നടക്കുമ്പോൾ, ഒരു ചടങ്ങ് നടക്കുമ്പം അതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുക. ഭാഗമാവുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് അവിടെ പോയി പ്രസംഗിക്കണമെന്നല്ല, മറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു നല്ല ശ്രോതാവായി ആ പ്രോഗ്രാമിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതാണ് നമ്പർ 1. സദസ്യനാവാൻ ആഗ്രഹിക്കുക, സഭയിൽ മുന്നിലിരിക്കാൻ ആഗ്രഹിക്കുക, ഒരു നല്ല ശ്രോതാവായി നമ്മൾ മാറുക. നമ്പർ 1. അതായത് ഒരു ചടങ്ങ് നടക്കുന്നു, പലപ്പോഴും നമ്മൾ ചടങ്ങ് നടക്കുമ്പോൾ ഒരു ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുള്ള സീറ്റ് എവിടെയാണ് തിരയാറുള്ളത്? എപ്പോഴും പിന്നിലായിരിക്കും. ഏറ്റവും പിന്നിലെ കസേരയിലാണ് നമ്മളിരിക്കുക. അത് നമ്മൾ സ്കൂളിൽ പഠിച്ച സിസ്റ്റമാണ്. സ്കൂളിൽ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ബാക്ക് ബെഞ്ചാണ് ഇരിക്കാറുള്ളത്. ബാക്ക് ബെഞ്ചാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം എന്താ? ബാക്ക് ബെഞ്ചിൽ ഇരുന്നാൽ നമുക്ക് ഒരുപാട് സുരക്ഷിതത്വമുണ്ട്. കാരണം അധ്യാപികയുടെ ചില ചോദ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു മാനസികമായ ഒരു വിശ്വാസം, ഒരു കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പിൻബെഞ്ചിലിരിക്കാറുണ്ട്. മുൻബെഞ്ചിലിരിക്കാറുള്ള പഠിപ്പിസ്റ്റുകൾ നമ്മൾ വിശ്വസിക്കുന്ന ചില ആളുകളാണ്, നന്നായി പഠിക്കുന്ന ആളുകൾ. അവരേത് ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ മാത്രം സുസജ്ജരായി മുന്നിലിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ സ്കൂൾ സിസ്റ്റത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ പിന്നിലിരിക്കാൻ പഠിച്ചത് കൊണ്ട് ഈ സ്വഭാവം നമ്മൾ ഏത് സദസ്സിലും സഭയിലും ചെല്ലുമ്പോൾ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. സദസ്സിൽ ഒന്നാമനാവുക,
അപ്പൊ സദസ്സിൽ ഒന്നാമനാവാൻ, സദസ്സിന്റെ ഏറ്റവും മുൻ ബെഞ്ചിൽ, മുൻ റോയിൽ, മുൻ ഭാഗത്ത് ഇരിക്കാൻ നമ്മൾ ആദ്യം താല്പര്യം കാണിക്കണം. വെറുതെ ശ്രോതാവായിരുന്നാൽ മതി. കാരണം നമ്മൾ പെട്ടെന്നൊന്നും വിളിക്കില്ല പ്രസംഗിക്കാൻ അവിടെ ഒരു പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവും. ആ നോട്ടീസിൽ ആളുകളെ വിളിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ സദസ്സിൽ ഏറ്റവും മുന്നിൽ പോയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഒരു അഭിമാനം ഫീൽ ചെയ്യും. ഞാൻ എന്തോ ഒരു പ്രമുഖനാണ് എന്നൊരു ഫീല് നമുക്ക് സ്വയം ഉണ്ടാവും. നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് കൂട്ടാൻ പറ്റും. നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ അതിനടുത്ത തട്ടിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. അതായത് ബി ഓൺ ദ സ്റ്റേജ്. ആദ്യം നല്ലൊരു സദസ്യനായിരിക്കുക. നമ്പർ 2, വേദിയിൽ നമ്മൾ അവസരം കണ്ടെത്തുക. വേദിയിൽ പിന്നിലിരിക്കാൻ അല്ലെങ്കിൽ വേദിയിൽ പിന്നിൽ നിൽക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്പർ 2. അപ്പോഴും നിങ്ങൾ പ്രസംഗിക്കേണ്ടതില്ല, അവിടെയും പ്രസംഗിക്കേണ്ടതില്ല. വേദിയിൽ പ്രസംഗിക്കാനുള്ള ആളുകൾക്ക് മുൻ റോയിൽ ഇരിക്കുന്നുണ്ടാവും, മുന്നിലെ കസേരകളിൽ. പിന്നിലെ കസേരയിൽ ഇരിക്കാൻ അല്ലെങ്കിൽ പിന്നിലെ ഭാഗത്ത് എവിടെയെങ്കിലും നിൽക്കാൻ നമ്മളൊരു അവസരം കണ്ടെത്തുക. ആ പ്രോഗ്രാമിന്റെ സംഘാടകരിൽ ഒരാളായി അവിടെ ഇവിടെയൊക്കെ വേദിയുടെ പല ഭാഗത്തായി നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുക. എന്നിട്ട് ആ വേദിയിൽ നിന്ന് നമ്മൾ സദസ്സിനെ വെറുതെ നോക്കുക. അപ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു മാനസിക ധൈര്യം കിട്ടും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചോളം പിന്നെ ആൾ എന്ത് ചെയ്യണം? വേദിയിൽ ഇരിക്കാൻ പഠിക്കണം. അതായത് പ്രോഗ്രാമുകളിലേക്കൊക്കെ ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിലെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരു റോൾ ഏറ്റെടുക്കുക. ഏറ്റവും നല്ലത് പറ്റുമെങ്കിൽ ആശംസ പറയാനുള്ള അവസരമൊക്കെ കിട്ടും, അത് ഏറ്റെടുക്കുക. നന്ദി പറയാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. ഏറ്റവും ചെറിയ റോളുകളിൽ നമ്മൾ ആദ്യം തുടങ്ങണം. വലിയ വലിയ റോളുകൾ ആദ്യം ഏറ്റെടുക്കരുത്, ചെറിയ ചെറിയ റോളുകൾ ആദ്യം ഏറ്റെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നേരത്തെ പറഞ്ഞ സെൽഫ് എസ്റ്റീം, ഒരു അഭിമാനം കൂടും, നമ്മുടെ ആത്മവിശ്വാസം, ധൈര്യം കുറച്ച് കൂടും. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ആ തുടക്കക്കാരിൽ നിന്ന് നമ്മളൊരു ഇന്റർമീഡിയറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. സഭാകമ്പത്തിൽ നമ്മളൊരു ഇന്റർമീഡിയറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം പ്രസംഗം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവിടെ ചില കാര്യങ്ങൾ പറയാൻ മറന്നു പോകുന്നു, ചിലത് വിട്ടുപോകുന്നു, ചിലത് പറയാൻ വിചാരിക്കാത്തത് പറഞ്ഞു പോകുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ സഭാകമ്പം കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതിന് നമ്മൾ വേറെ മറികടക്കണം. ഒരു പക്ഷേ ട്രെയിനിങ്ങിലൂടെയൊക്കെ അത് നമുക്ക് മറികടക്കാൻ പറ്റും. അതിന് ചില ചെപ്പടി വിദ്യകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ തുടക്കക്കാരൻ്റെ കാര്യമാണ്. ഇങ്ങനെ നമ്മൾ മറികടന്ന് കഴിഞ്ഞാൽ, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചെറുതായി ഉപയോഗിക്കുന്നതിലൂടെ പ്രഭാഷണത്തിൽ നമുക്ക് പിന്നെ പതിയെ 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 ഉയരാൻ കഴിയും. പ്രസംഗത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നും നമ്മൾ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കാൻ, ആ അവസരം വിനിയോഗിക്കാൻ നമ്മൾ പഠിക്കും. അവിടെയാണ് നമ്മുടെ വളർച്ച ആരംഭിക്കുന്നത്. അതുവരെ നമ്മൾ സഭാകമ്പത്തെ ഇഷ്ടപ്പെടാതെ സഭയെ മൈക്കിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രസംഗിക്കാൻ അവസരം കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രശ്നമാണ് സത്യത്തിൽ ഈ വലിയ അർത്ഥത്തിൽ സഭാകമ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 ടെക്നിക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പരാമർശിച്ചത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ, എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നല്ലൊരു ഡീപ് ബ്രീത്ത് എടുത്തുകൊണ്ട്, ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രസംഗത്തിൽ നിന്ന് ഒരുങ്ങാം. അപ്പോൾ വലിയൊരു റിലാക്സേഷൻ, വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ഡീപ് ബ്രീത്ത് എടുത്തുകൊണ്ട് അടുത്ത ഞാനാണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന് ഒന്ന് ഭാവനയിൽ കണ്ടുകൊണ്ട് ഒന്ന് പ്രസംഗിച്ചു നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചൊക്കെ മോശമല്ലാത്ത രീതിയിൽ ആ സഭയിൽ നിൽക്കാനും ചില കാര്യങ്ങൾ പറയാനും പറ്റും. നമ്മുടെ നാട്ടിലുള്ള സംഘാടകരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ സഭാകമ്പത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് വളർന്നു വന്ന് ഇന്നവർ സഭയോട് കമ്പമുള്ളവരായി, സഭയോട് ഇഷ്ടമുള്ളവരായി മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലൂടെ നിങ്ങളുടെ സ്റ്റേജ് ഫ്രൈറ്റിനെ, പെർഫോമൻസ് ആങ്സൈറ്റിയെ, സഭാകമ്പത്തെ മറികടന്ന് നിങ്ങളെല്ലാം സഭയെ കാണുമ്പോൾ കമ്പമുള്ളവരായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.